ഹായ് ഗായ്സ്, നമ്മളാണെങ്കിൽ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ കുറേ അധികം സംശയങ്ങൾ, കുറേ അധികം ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. സോ ആ വീഡിയോയെ കുറിച്ച് അതിന് പറ്റുള്ള ഒരു വീഡിയോ ആണ് ഇത്. സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം. ആ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒരു പുണ്ണാക്കും മനസ്സിലാവുന്നില്ല ആ ഒരു സ്ഥലത്ത്, ആ ഒരു സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ആ വീഡിയോയുടെ അവസാനം വരെ ക്ലൈമാക്സ് എത്തിയപ്പോഴാണ് ഒരു ചെറിയൊരു പോയിന്റ് കിട്ടിയത്. ഓക്കെ, ഇതാണ് കൺഫേം എന്നുള്ള പോയിന്റ് കിട്ടിയത്. അതിനു മുന്നേ വരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയയും ഒരു ക്ലൂ തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ തന്നെ ഒരുമാതിരി എന്താ പറയുക, വണ്ടറടിച്ച് സംസാരിക്കുന്നത്. എന്തൊക്കെ പറയുന്നുണ്ട്, ബട്ട് അതായത് നമുക്കൊരു കാര്യം ഉറപ്പില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ സംസാരിക്കുന്നത്. കൂടാതെ അത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഒരു ടെൻഷൻ, ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കാണും. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സംസാരമാണ് എൻ്റെ ആ വീഡിയോയിലുള്ളത്. ആ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. എൻ്റെ സംസാരമേ ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും. അതിൽ വന്നിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സംസാരമായിരിക്കും. ഓക്കെ, അതാണ് ഇതിന് കാരണം. സത്യത്തിൽ മഹ അവിടെ ഉണ്ടോ, മഹയാണോ അത് വന്നത് എന്നുള്ള എല്ലാവർക്കും ഒരു ചോദ്യം കാണും കോമൺ ആയിട്ട്. ഇതേ സെയിം ചോദ്യം ഞാൻ തന്നെ എന്നോട് പലതവണ ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് പോലും ഇപ്പോഴൊരു പ്രോപ്പർ ഉത്തരവില്ല. കാരണം ആ വീഡിയോയിൽ വന്നിട്ട് ഒരു അണ്ണ എന്നൊരു വിളി കേട്ടതിന് ശേഷം കുറെ പേര് വന്നിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഇത് മഹയല്ലേ മഹയല്ലേ മഹയല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷെ ഞാൻ വന്നിട്ട് കൺഫേം ആക്കാത്തതിന്റെ റീസൺ അത് നമുക്ക്, കാരണം അത് വന്നിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു, ഇത് കംപ്ലീറ്റ് വന്നിട്ട് വേറൊരു സ്ഥലം. എങ്ങനെ ഇത് കണക്ട് ആകുന്നത് എന്നുള്ളൊരു ചോദ്യം വരത്തില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്ന് കൺഫേം ആക്കാത്തതിന് ഇത് വന്നിട്ട് മഹനാണ് എന്നുള്ളത് കൺഫേം ആക്കാത്തത്. അതുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഇപ്പോഴും രണ്ട് ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മഹ ആണെങ്കിൽ, അത് ആ വീഡിയോയിൽ കണ്ടത് മഹ ആണെങ്കിൽ എങ്ങനെ മഹ ആ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ എത്തി എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, സപ്പോസ് അത് മഹ അല്ലെന്ന് വെച്ചോ, അത് മഹ അല്ല എങ്കിൽ ആ ഒരു മാസ്കിൽ മഹ എന്ന പേര് വന്നത് എങ്ങനെ? കാരണം ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ക്ലൈമാക്സിലോ അവസാനമാണ് മഹ എന്ന പേര് എൻ്റെ വായിൽ നിന്ന് വരുന്നത്. അതിനു മുന്നേ വരെ ഞാൻ മഹ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ മഹ എന്നുള്ള ഒരു വേർഡ് ആ ഒരു മാസ്കിൽ എങ്ങനെ വന്നു? സപ്പോസ് അത് മഹ അല്ലെങ്കിൽ, ഈ രണ്ട് ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും വന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല. അതിലുപരി തന്നെ വേറെ കുറെ അധികം ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതാ പറയാം, ഇത് വന്നിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു ഒരു ക്ലാരിഫൈ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതിൽ പല അധികം ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്. എക്സാമ്പിൾ വേണേൽ പറയാം, അവിടെ മരിച്ചിട്ടുള്ള ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ ഈ മഹയായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. രണ്ടാമത്തത് വന്നിട്ട്, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ ഒരു സ്ഥലത്ത്, ഇപ്പൊ ഈ അമ്മയും കുഞ്ഞും മരിച്ച സ്ഥലത്ത് വീണ്ടും ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് പോകണോ, അതോ മഹയുടെ ഒറിജിനൽ ഒരു പ്ലേസ് ഉണ്ടല്ലോ ആ സ്ഥലത്ത് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ബ്രോ, അന്ന് തൊട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അങ്ങനെ ഇതുവരെ ഒന്നും ഫീൽ ആയിട്ടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ട് തന്നെ ഞാനും ഒരു ക്ലാരിറ്റി ഇല്ലാതാണ് ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നത്. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ വന്നിട്ട് അടുത്ത എപ്പിസോഡ് എപ്പോഴാണ്? ആക്ച്വലി ആ തീർന്നു, ആ സീരീസ് കഴിഞ്ഞു. കാരണം അത്ര ഈ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ വീഡിയോയിലും ഫൈനൽ പാർട്ടൊന്നും കൊടുത്തിട്ടുണ്ട്, ടൈറ്റിലും വന്നിട്ട് ഞാൻ ഫൈനൽ പാർട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വന്നിട്ട് ഇതിന് അടുത്ത എപ്പിസോഡ് എപ്പോഴാണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സീരീസ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ആ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അത് വന്നിട്ട് ഒരു ഹൈലി റിസ്കി ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്, അതിന് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, വേറൊരു ദിവസം നോക്കാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ഒരേ ഒരു കണക്ഷൻ എൻ്റെ അറിവിൽ ഇപ്പോൾ ഈ അമ്മയ്ക്കും കുഞ്ഞിനും മഹ എന്ന് പറയുന്ന ഇവർക്ക് തമ്മിലുണ്ട്. ഒരേ ഒരു കണക്ഷൻ, അത് വന്നിട്ട് തമിഴ് നാട് എന്നുള്ള ഒരേ ഒരു കണക്ഷൻ ഉണ്ട്. ബട്ട് ആ ഒരേ ഒരു കണക്ഷന്റെ പേരിൽ വന്നിട്ട് എങ്ങനെ ഇവിടെ എത്തി, മൊത്തത്തിലൊന്ന് എങ്ങനെ അത് വന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. മൊത്തത്തിൽ കൺഫ്യൂഷൻ, പുക ഇങ്ങനെ മൂടി കിടക്കുന്ന ഫീലാണ്. ചുരുളഴിയാത്ത രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക. നോക്കാം ആരായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയുന്നെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിബുദ്ധി ആൾക്കാർ വന്നിട്ട് കുറച്ച് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്രോ വന്നിട്ട് നിങ്ങൾ കേട്ട് സൗണ്ട് നജീബ് കേട്ടില്ല, ഇതൊക്കെ എന്തോന്ന് നാടകമല്ല തോന്നില്ല.
അത് വന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് 9 തവണ ആ വീഡിയോയുടെ സൗണ്ടിനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഒന്നെങ്കിൽ ഞാൻ കേൾക്കത്തില്ല, ചിലപ്പോൾ നജീബ് കേൾക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ കേൾക്കുന്ന സൗണ്ട് നജീബ് കേൾക്കത്തില്ലായിരിക്കും. കാരണം ഓൺ ദ സ്പോട്ടിലെ കാര്യം പറയുന്നത്. ആ സൗണ്ട് എല്ലാം തന്നെ നിങ്ങൾ കേൾക്കാൻ കാരണം ആ 9x ബൂസ്റ്റിംഗ് ആണ് സൗണ്ടിൻ്റെ. മനസ്സിലായോ? കോമൺ സെൻസ് അറിയില്ല, ചോദിക്കുക. ഉടനെ വന്നിട്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് കുറ്റം പറയാൻ നിൽക്കരുത് ആരെയും. ഓക്കെ, ഇതാണ്. പിന്നെ ഡ്യൂറേഷൻ്റെ കാര്യം ഗൈസ്, ഞാൻ വന്നിട്ട് കുറേ പേര് വന്നിട്ട് എനിക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ ഡ്യൂറേഷൻ കൂട്ടുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ അതെന്താ കുഴപ്പം പറ്റുന്നറിയോ, ഞാൻ സ്റ്റാർട്ടിങ് തന്നെ 40 മിനിറ്റ് 30 മിനിറ്റ് ഡ്യൂറേഷൻ ഇട്ടിട്ട് ഇപ്പോൾ കുറയ്ക്കുമ്പോഴത്തേക്ക് ആർക്കായാലും വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ആകും. ഞാൻ വന്നിട്ട് ഡ്യൂറേഷൻ കൂട്ടും, ഉറപ്പായിട്ടും കൂട്ടിയിരിക്കും. ഇപ്പോൾ അത് വന്നിട്ട് ഒരു 10 മിനിറ്റിലേക്ക് ചുരുക്കാനുള്ള കാരണം ഞാൻ സൈഡിൽ വന്നിട്ട് കാണിക്കാം ഫോട്ടോസ്. കാരണം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടാൽ പോലും അതിൻ്റെ 50% പോലും ഓഡിയൻസ് വാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനലിനെയും വീഡിയോസിനെയും വന്നിട്ട് അത് ഓപ്പോസിറ്റായിട്ട് ബാധിക്കുന്നുണ്ട്. ഡൗൺഗ്രേഡ് ചെയ്യുക. യൂട്യൂബ് തന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ആരും കാണുന്നില്ല, കുറയ്ക്കാം എന്നുള്ള രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, അപ്പോൾ ജസ്റ്റ് ട്രൈ തന്നെ. അതായത് എൻ്റെ മിസ്റ്റേക്ക് അത്. കാരണം ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ആയിരുന്നു പോകേണ്ടത്. ബട്ട് ഞാൻ ചെയ്തത് തന്നെ സ്റ്റാർട്ടിങ് 30-35 മിനിറ്റ് 40 മിനിറ്റ് 50 മിനിറ്റ് അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ആണ് എനിക്കിപ്പോൾ പണി കിട്ടിയത്. ഞാൻ ഉറപ്പായിട്ട് ഡ്യൂറേഷൻ കൂട്ടുന്നതായിരിക്കും. കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, പോകെ വന്നിട്ട് നമുക്ക് പക്കയായിട്ട് തന്നെ ഡ്യൂറേഷൻ കൂട്ടാം. സോ അതൊരൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഞാൻ പറഞ്ഞ റീസൺ നിങ്ങൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്.